ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. 3 സംഘമായി തിരിഞ്ഞാണ് തെരച്ചിൽ. സ്നിഫർ ഡോഗും വെറ്ററിനറി ഡോക്ടർമാരുമാണ് ആദ്യ 2 സംഘത്തിലുള്ളത്. ഒരു ടീം ഡ്രോൺ നിരീക്ഷണം നടത്തും. തെരച്ചിലിന് ആകെ 50 അംഗ സംഘമാണുള്ളത്. കടുവയെ പിടികൂടിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ജനങ്ങളുടെ സുരക്ഷയാണ് പ്രധാനമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. നമ്മുടെ തെരച്ചിലിപ്പം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് പല ടീമുകളായിട്ട് തിരഞ്ഞിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് 2 ടീമിൽ വെറ്റിനറി ഡോക്ടർമാരാണ് ലീഡ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് ടീമിൽ ട്രാക്കർമാരും സ്നിഫർ ഡോഗും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വെറ്റിനറി ഡോക്ടറും അവരുടെ സ്റ്റാഫുമാണ് ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ സെക്കൻഡ് ടീമിൽ അഗെയിൻ ഒരു വെറ്റിനറി ഡോക്ടറും അവരുടെ കൂടെയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫും ഉണ്ട്. പിന്നെ മെഡിസിൻസ് എല്ലാം സെക്കൻഡ് ടീമിലാണ് പോകുന്നത്. അപ്പോൾ എപ്പോൾ നമ്മൾ കടുവയെ സ്പോട്ട് ചെയ്താൽ അപ്പോൾ തന്നെ ഡാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ടീമെല്ലാം ഡ്രോൺ ടീമുണ്ട്. അവർ ഡ്രോൺ ടീം സപ്പോർട്ട് ചെയ്യും. അതുകൂടാതെ വോക്കി ടോക്കിക്ക് ബേസ് ടീമുണ്ട്. അതുകൂടാതെ ഇവിടെയുള്ള സപ്പോർട്ടിംഗ് ടീമുണ്ട്. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ എത്തിക്കാനുള്ള സപ്പോർട്ടിംഗ് ടീം എല്ലാം കൂടി 50 പേരിലധികം വരുന്ന വനപാലകർ ഇപ്പോൾ ഇവിടെ സ്ഥലത്ത് സജ്ജരാണ്. ഫുൾ ഇതിൽ തന്നെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ സെർച്ച് ആരംഭിച്ചു. കടുവയെ പിടിക്കുന്നതിൽ തീർച്ചയായിട്ടും പരാജയപ്പെട്ടെന്നേ പറയാൻ പറ്റുള്ളൂ ജനങ്ങൾ. എന്നാ വെച്ചാൽ ഇപ്പം 3-4 ദിവസമായില്ലേ ആ വെടിക്കുഴി ഭാഗത്തുണ്ടായിരുന്നു. അവിടെ പിടിച്ചിരിക്കായിരുന്നു. അവിടെ കൂട് വെച്ചു. പിറ്റേ ദിവസം വന്നപ്പോൾ അവിടെ ഇല്ല, ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. ഇവിടെ 2 ദിവസം കിടപ്പുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും ഇറങ്ങുന്ന കടുവ കൊണ്ടുവന്ന് അവർ വന്ന് ഇടയ്ക്കൊക്കെ നോക്കിയിട്ട് പോകും. ഇവിടെ ഇല്ലയെന്ന്, അത് വേറെ സ്ഥലത്ത് പോയേക്കുമെന്ന് പറഞ്ഞു പോകും. പക്ഷെ ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ ഇരിക്കുന്നില്ലേ, ജനങ്ങളുടെ പേടിയല്ലേ. രാവിലെ എല്ലാവരും പണിക്ക് പോകും. കുഞ്ഞുപിള്ളേർ വീട്ടിൻ്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് വന്ന് പിടിച്ചിട്ട് പോയിട്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ട പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കടുവ അവശനിലയിലാണ് എന്ന നിഗമനത്തിൽ ഡോക്ടർമാർ എത്തിച്ചേരുകയും ചെയ്തു. മയക്കുവെടി വെച്ചാൽ അതിന് ചികിത്സിക്കാനോ രക്ഷിക്കാനോ സാധ്യമല്ല എന്നുള്ളൊരു നിഗമനത്തിൽ ആണ് കൂടുവെച്ച് പിടിക്കുന്ന പ്രക്രിയ ആരംഭിച്ചത്. ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായി മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ഉത്തരവ് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡൻ ബന്ധപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ വാർത്തയുടെ വിശദാംശങ്ങൾ ഇടുക്കി ഗ്രാമ്പിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, കോട്ടയം ഡിഎഫ്ഒയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം എല്ലാവിധ സന്നാഹങ്ങളും ഈ ദൗത്യസംഘം തയ്യാറാണ്. കടുവയെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി ദൗത്യസംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. പക്ഷേ അതേസമയം ഈ ദൗത്യസംഘത്തിന് വലിയ പിഴവ് പറ്റിയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ്? ജിൽസി, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ ഗ്രാമ്പി 2ാം ഡിവിഷനിൽ വെടിക്കുഴി ഭാഗത്തായിരുന്നു കടുവയെ കണ്ട് ഈ കൂട് സ്ഥാപിച്ചിരുന്നത്. അതിൽ നിന്ന് 300 മീറ്റർ മാറി ഒരു ചതുപ്പ് നിലത്തിലായിരുന്നു ഇന്നലെ വൈകിട്ട് വരെ ഈ കടുവയെ ഉണ്ടായിരുന്നത്. അതായത് ഇന്നലെ എല്ലാം ഈ കടുവയെ നേരിൽ കണ്ടതാണ്. അതിൻ്റെ ഡ്രോൺ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ്. കടുവയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വെറ്ററിനറി ഡോക്ടർമാരെല്ലാം സ്ഥലത്തെത്തി പരിശോധിക്കുകയും ചെയ്തിരുന്നു. മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഫലം കണ്ടില്ല. 6:30 വരെ ഈ ദൗത്യം നീളുകയും ചെയ്തു. പക്ഷേ ഇന്ന് വീണ്ടും ഈ ദൗത്യം പുനരാരംഭിച്ചപ്പോൾ ഈ കടുവ അവിടെ ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും വനംവകുപ്പിന്റെ ഒരു വെല്ലുവിളിയായി വരുന്നത്. ഈ 15ാം നമ്പർ ഡിവിഷനിൽ, ഗ്രാമ്പി 2ാം ഡിവിഷനിൽ 15ാം നമ്പറിലേക്ക് ഈ കടുവ ആ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് മറ്റൊരു ഭാഗത്തേക്ക് കടുവ നീങ്ങിയിരിക്കുന്നു. ഈ സ്നിഫർ ഡോഗ് വന്ന് സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി. അതിനെ തുടർന്ന് ഈ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോയപ്പോഴാണ് ഇത്തരത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് കടുവ മാറി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഒരു വലിയൊരു പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് ഈ ഇന്നലെ എല്ലാവിധ സാഹചര്യവും അനുകൂലമായിട്ടും മയക്കുവെടി വെക്കുന്നതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു അലംഭാവം കാണിച്ചു എന്നുള്ളൊരു ആരോപണം പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് മറ്റൊരു സ്ഥലത്താണ് കടുവയുള്ളത്. ഈ സന്നാഹങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ ഒരുക്കേണ്ടതായിരുന്നു. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടേണ്ടതായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാട്ടുകാർ ആരോപണമായി ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിപ്പോൾ ഈ കടുവയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ഒരു വെല്ലുവിളിയായി വനം വകുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം കടുവ അധിക ദൂരം സഞ്ചരിക്കാൻ സാധ്യതയില്ല. കടുവയ്ക്ക് അത്രമാത്രം പരിക്കുണ്ട് എന്നുള്ളതെല്ലാം ഇന്നലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ വെറ്ററിനറി ഡോക്ടർമാരടക്കം വന്ന് പരിശോധിച്ചതിൽ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ്. ഒരു കൂടുതൽ ചുറ്റളവിൽ ഒരു കടുവ സഞ്ചരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഒരു ഏതാണ്ട് 20 മീറ്റർ ചുറ്റളവിൽ മാത്രമാണ് ഈ കിടന്ന സ്ഥലത്ത് നിന്ന് കടുവ സഞ്ചരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇന്ന് രാവിലെ അതിനപ്പുറം ഒരു ഇച്ചിരി ദൂരത്തേക്ക് കടുവ സഞ്ചരിച്ചിട്ടുണ്ട്. ആ ഒരു സഞ്ചാരം അതെങ്ങോട്ടേക്കാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വെല്ലുവിളി. എന്തായാലും ഈ തെരച്ചിലിൽ കടുവയെ
കണ്ടെത്താനാകും. കണ്ടെത്തിയാൽ എവിടെ വെച്ച് കണ്ടെത്തിയാലും അവിടെ വെച്ച് മയക്കുവെടി വെച്ച് പിടികൂടി മാറ്റും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ ആശങ്ക ഇപ്പോഴും ജനങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ജനവാസ മേഖലയിൽ നിന്ന് കടുവയെ പ്രധാനമായും എടുത്ത് മാറ്റണം, പിടിച്ചു മാറ്റണം. മറ്റൊന്ന്, ഈ ആരോഗ്യനില തുടർന്ന് ഗുരുതരമായതിനെ തുടർന്ന് അവശനിലയിലായ കടുവയ്ക്ക് മതിയായ ചികിത്സ നൽകണം. ഈ രണ്ട് കാര്യങ്ങൾ വനംവകുപ്പിന്റെ മുന്നിൽ വെല്ലുവിളിയെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും കടുവയെ കണ്ടെത്താനുള്ള നിരീക്ഷണം ഇപ്പോൾ തുടരുകയാണ്.